ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ടും പീസ്ഫുൾ ആയിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് കരുതുന്നു. മക്കളുടെ സ്കൂൾ തുടങ്ങുന്നതിന് മുന്നേയുള്ള രണ്ട് തിരക്ക് പിടിച്ച ദിവസങ്ങളിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ ക്ലബ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ കീപ് വാച്ചിങ്. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കോണ്ടൻറ്റ്സ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഇന്ന് രാവിലെ തന്നെ ഇക്ക പോയിട്ട് ആലു പൊറോട്ട വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിന് ആലു പൊറോട്ട കഴിക്കാൻ ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഫുഡാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. തുടങ്ങുന്നതോടനുബന്ധിച്ചുള്ള കുറച്ച് ഷോപ്പിംഗ് ബാക്കിയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബുത്തീന നെസ്റ്റോയിലേക്കാണ് പോകുന്നത്. അവിടെ നല്ല ബാഗ്സും ആണെന്നുണ്ടെങ്കിലും ടിഫിൻ ബോക്സ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ നല്ല കളക്ഷൻ ഉണ്ടാവാറുണ്ട്. നമ്മൾ ലേഡീസിന് പൊതുവേ ഷോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ്. പക്ഷെ ആണുങ്ങൾക്ക് അങ്ങനെയല്ല. എനിക്ക് ഷോപ്പിങ്ങിന് പോയിട്ട് കുറേ ഷോപ്പ് ചെയ്തില്ലെങ്കിലും എനിക്ക് ജസ്റ്റ് അവിടെ ഒക്കെ ഇങ്ങനെ കണ്ട് നടക്കാൻ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. മക്കൾ രണ്ടുപേരും ഭയങ്കര എക്സൈറ്റഡ് ആണ് പുതിയ ബാഗും വാട്ടർ ബോട്ടിലും ടിഫിൻ ബോക്സൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. ഓൾമോസ്റ്റ് എല്ലാ ഐറ്റത്തിനും നല്ല കളക്ഷനുള്ള ഒരു നെസ്റ്റോണിത്. ഇതുപോലെ കുറച്ച് വിപുലമായിട്ടുള്ള ഷോപ്പിംഗ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെപ്പോഴും ഈ ഒരു ഏരിയയിലേക്കാണ് വരാറ്. കാരണം ഇവിടെ തൊട്ടടുത്ത് തന്നെ നെസ്റ്റോ ഉണ്ട്, ലുലു ഉണ്ട്, പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഡിസ്കൗണ്ട് സെൻറ്ററും ഉണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും കിട്ടാത്ത സാധനങ്ങളൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് മാറി മാറി വാങ്ങാം. ഇഷ്യൂവിന് ഇപ്രാവശ്യം നോക്കുന്നത് ട്രോളി ബാഗാണ്. മോൻക്ക് പിന്നെ ട്രോളി ബാഗ് അലൗഡ് അല്ല. അത് കാരണം നോർമൽ ബാഗ് തന്നെയാണ് മേടിക്കുന്നത്. പ്രസിഡൻറ്റിൻ്റെ സ്കൂൾ ബാഗ് നല്ല ക്വാളിറ്റി ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം അത് തന്നെയാണ് വാങ്ങിക്കുന്നത്. മാധുവിന് ഈ ഒരു ഫയറുള്ള ബാഗ് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അത് മതി എന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ അത് വാട്ടർ ബോട്ടിൽ കൊള്ളുന്നുണ്ടായിരുന്നില്ല സൈഡിൽ. അങ്ങനെ പിന്നെ ആ ബാഗ് മാറ്റി വേറെയാണ് എടുത്തത്. പിന്നെ ഇത് ആ പൗച്ചിനൊക്കെ അത്യാവശ്യം നല്ല ഓഫറുണ്ട്. 7 ദിർഹംസിന് നല്ല പൗച്ചുകളുണ്ടായിരുന്നു. ടിഫിൻ ബോക്സ് ഇതാ ഞാൻ ഇഷ്യൂവിന് ഈ ഒരു എൻവൈസിൻ്റെ ടിഫിൻ ബോക്സാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ മാധുവിന് ഞാൻ ഇവിടെ നിന്നല്ല ടിഫിന് വാങ്ങിയത്. ഇവിടുത്തെ ടിഫിനൊക്കെ കുറച്ച് വലുപ്പമുള്ള ടൈപ്പായിരുന്നു. അവന് പിന്നെ KG1 ആയ കാരണം അധികം ഫുഡൊന്നും കൊണ്ടുപോകില്ലല്ലോ. അപ്പോൾ ചെറിയ സ്നാക്ക് ബോക്സ് പിന്നെ KM പോയിട്ടാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാ ഇന്നർ വെയേഴ്സ് വാങ്ങി, ഷൂസ് വാങ്ങി, അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ നോക്കി. ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് നല്ല ഭംഗിയുള്ള ചെരുപ്പുകളൊക്കെ കണ്ടപ്പോൾ ഞാനും വെറുതെ ഒന്ന് നോക്കി. മാധുവിന് മാത്രമാണ് ഷൂ വാങ്ങിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ ഷൂ അവനക്ക് വൈറ്റ് സൈസ് ഉണ്ടായിരുന്നില്ല അവിടെ. അങ്ങനെ തിരിച്ച് ഞങ്ങൾ അവിടുന്ന് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള വെജ് മീ പോയിട്ട് ജസ്റ്റ് ഉച്ചക്കലത്തെ മീൽസ് കഴിച്ചു. വെജ് മീ നമ്മളുടെ റോള ഏരിയയിലും ഉണ്ട്. അത്യാവശ്യം നല്ല ഫുഡാണ്. ലൈക്ക് ദോശ, മസാല ദോശ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. പിന്നെ സ്നാക്സും വലിയ കുഴപ്പമില്ല. ഇവിടുത്തെ മീൽസ് ശരിക്കും ഒരു തമിഴ്നാട് സ്റ്റൈൽ മീലാണ് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അത് നമുക്ക് അത്ര പറ്റിയൊരു റൈസ് ആവില്ല, ബാരിക് റൈസാണ്. അപ്പം എന്നാലും കുഴപ്പമില്ല, നല്ല ഫുഡായിരുന്നു. ഈ മീൽസിൻ്റെ ഒപ്പം കിട്ടുന്ന പായസം അടിപൊളിയാണ്. അത് മക്കളാണ് കഴിച്ചത്, അവർക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നത്. എനിക്ക് പൊതുവെ നോൺ വെജിനേക്കാളും കുറച്ചും കൂടി ഇഷ്ടം വെജിറ്റേറിയൻ ഫുഡാണ്. ഇപ്പം നോർത്ത് ഇന്ത്യൻ താലിയൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ വീണ്ടും നെസ്റ്റോ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങി. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ മക്കൾക്ക് രണ്ടുപേർക്കും ചെറുതായി ഉറക്കമൊക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ നല്ല ഫ്രഷ് ഫിഷ് ഉണ്ടായിരുന്നു, ക്രാബും പിന്നെ ട്യൂണയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ട്യൂണൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ മാധുവിന് ബോറടിച്ചപ്പോൾ മാധുവിനായിട്ട് ഞാൻ കുറച്ച് നേരം ഒളിച്ച് കളിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബഹളമാണ് കേട്ടോണ്ടിരിക്കണത്. ഷോപ്പിംഗ് കഴിഞ്ഞപ്പോഴേക്കും അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ നെസ്റ്റോൻ്റെ ഓപ്പോസിറ്റുള്ള ടീ വേൾഡ് കഫറ്റീരിയയിൽ നല്ല കല്ലുമ്മക്കായ കിട്ടും. അപ്പോൾ അത് ഉണ്ടോ നോക്കാൻ വേണ്ടി പോയതായിരുന്നു. പക്ഷെ ആ ഒരു ടൈമിൽ അത് ആയിട്ടുണ്ടായിരുന്നില്ല. ഇഷ്യൂവിൻ്റെ കുറച്ച് ഇന്നർ വെയേഴ്സും സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ലുലു പോയിട്ട് അങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങിച്ച് പിന്നെ തിരിച്ച് വീട്ടിലെത്തി. വീണ്ടും ഞാനും ഇഷ്യൂവും കൂടിയിട്ട് KM പോയി. അപ്പോൾ KM പോയിട്ട് ഇതാ മാധുവിൻ്റെ ടിഫിൻ ബോക്സ് നോക്കി. ഇതാ ഈ ഒരു ടിഫിൻ ബോക്സാണ് അവനക്ക് ഇഷ്ടമായത്. അപ്പോൾ അതെടുത്തു. തിരിച്ച് വീട്ടിലെത്തി ചായയൊക്കെ കുടിച്ചു. ചായയുടെ ഒപ്പം ഹണി കേക്ക് ഉണ്ടായിരുന്നു. അത് നെസ്റ്റോയിൽ നിന്ന് വാങ്ങിച്ചതാണ്, ഓഫർ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇന്നത്തെ മെയിൻ പരിപാടി മാധുവിൻ്റെ കുറച്ച് ബുക്സ് ചട്ടിടാനുണ്ട്. ഇഷ്യൂവിൻ്റെതും പെൻഡിങ് ഉണ്ട്, അത് നമുക്ക് പതിയെ ചെയ്യാം. അപ്പോൾ അതാ ഫസ്റ്റ് മാധുവിൻ്റെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കുറച്ച് ട്രിക്കിയാണ്. നമുക്ക് ഫസ്റ്റ് ഒരു 2-3 ബുക്സൊക്കെ ചിലപ്പം ബബിൾസും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നമുക്കത് പിന്നെ അങ്ങനെ ചെയ്ത് അത് എക്സ്പീരിയൻസ് ആവും. പിന്നെ എനിക്ക് പൊതുവെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ക്ഷമ ഭയങ്കര കുറവാണ്. അപ്പം ഞാൻ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ അതിരുന്ന് ചെയ്യുന്നുണ്ട്. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ബ്രൗൺ പേപ്പറായിരുന്നു. അത് എളുപ്പമുള്ള പരിപാടിയാണ്. അങ്ങനെ ഇത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇങ്ങനെ കറക്റ്റ് സ്കെയിൽ വെച്ച് അത് ഒട്ടിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് 2 വെട്ട്, 2 സ്റ്റാപ്ലർ അടി, പരിപാടി തീരും. ഇങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യുമ്പം എന്തെങ്കിലും ഫിലിം ഇടും. അപ്പോൾ കുഞ്ചാക്കോ ബോബൻ്റെ ഓഫീസർ ഫിലിം നെറ്റ്ഫ്ലിക്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാച്ച് ചെയ്തിട്ടാണ് പണികൾ തീർത്ത് തരുന്നത്. പിന്നെ ഇന്ന് ഡിന്നറിന് മന്തി ഉണ്ടായിരുന്നു, പിന്നെ ബുൾസൈ ഉണ്ടായിരുന്നു, കുറച്ച് നൂഡിൽസ് ഒക്കെ ഉണ്ടായിരുന്നു. ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകി വെച്ച് കിടന്ന് ഉറങ്ങി.
പിന്നെ പൊന്തുന്നത് പിറ്റേ ദിവസം ഉച്ചക്കാണ്. അപ്പോൾ നേരെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടിയിട്ട് ഒരു ബ്രഞ്ച് ആക്കിയിട്ടാണ് ഞങ്ങൾ കഴിച്ചത്. പനീർ പുലാവ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, സോസേജ് പൊരിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ മാംഗോ ജ്യൂസ് ഉണ്ടായിരുന്നു. ഇന്നപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഒരു ടീ പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് എല്ലാം എടുത്ത് ഞങ്ങളുടെ അടുത്തുള്ള റോള പാർക്കിൽ പോയിട്ട് ഇതാ എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെത്തിയിട്ടില്ല, അപ്പോൾ അവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഫ്രഷ് ഫ്ലവേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഫ്രഷ് ഫ്ലവേഴ്സിൻ്റെ ഇപ്പോൾ ബൊക്കെ മേടിക്കുകയാണെന്നുണ്ടെങ്കിലും ഒക്കെ ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പോൾ അത്രയും വില കൊടുത്തിട്ട് പിന്നെ ഇത് നമ്മൾ യൂസ് ആക്കില്ലല്ലോ എന്ന് ആലോചിക്കുമ്പം അത് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പം ഞാൻ എപ്പോഴും വാങ്ങിക്കുന്ന ഒരു സാധനം ഇതുപോലത്തെ ചെറിയ റെഡ് റോസ് ആണ്. അതാകുമ്പോൾ 2 ദിർഹംസിന് കുറേ ഫ്ലവേഴ്സ് കിട്ടും. അത് തിരിച്ച് അതേപോലെ കൊണ്ടുപോയിട്ട് ചിൽഡ്രയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 മന്ത് വരെയൊക്കെ യൂസ് ആക്കാൻ പറ്റും. ഈ ഫ്ലവർ വേസ് ഒരു ഏനത്തിലാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. കാറ്റുള്ള കാരണം തന്നെ അത് വീണ് പോകുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. ഇതുപോലെ നമ്മൾ ഫ്ലവർ വേസൊക്കെ കൊണ്ടുപോയിട്ട് പാർക്കിലൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ കുറച്ച് സ്റ്റോൺസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നല്ലതാണ്. അതിലിട്ട് കൊടുത്തിട്ട് ഫ്ലവേഴ്സ് അതിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വീണ് പോവില്ല. പക്ഷെ ആ ഒരു ബുദ്ധി എനിക്ക് ആ ടൈമിൽ തോന്നിയില്ല. ഇങ്ങനൊരു പരിപാടി അറേഞ്ച് ചെയ്തത് അന്നത്തെ ആ ഒരു റമദാൻ ഇഫ്താർ മീറ്റപ്പ് കൊളായിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു കോമ്പൻസേഷൻ ആയിട്ടാണ് ഇങ്ങനൊരു പരിപാടി ഉണ്ടാക്കിയത്. പക്ഷേ ഇത് മക്കൾക്കാണെങ്കിലും നമുക്കാണെങ്കിലും നല്ല രസമുള്ളൊരു പരിപാടിയാണ്. ഇതുപോലെ ഫ്രണ്ട്സുമൊത്ത് പാർക്കിലൊക്കെ ഒന്ന് മീറ്റ് ചെയ്ത് ഇടയ്ക്ക് ഇതേപോലെ വൈകുന്നേരമൊക്കെ ഒരു ചായ കുടിച്ച് ഇതൊക്കെ നല്ലൊരു രസകരമായ പരിപാടിയാണ്. അങ്ങനെ ഇതാ കുറച്ച് നേരത്തെ കഷ്ടപ്പാടിന് ശേഷം ഈ ഒരു കോലത്തിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഇനി ചായയും പിന്നെ അതുപോലെ തന്നെ പാസ്തയും അവർ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ കയ്യിലുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ട് ഏകദേശം ഒക്കെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്. അത് അവിടെ ഇങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എൻ്റെ ടെൻഷൻ ഇങ്ങനെ ഉള്ളിൽ കൂടുന്നുണ്ട്. ഇരുട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാവരും കൂടി വന്നു കഴിഞ്ഞാൽ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പം ഞാൻ അവരെ വിളിച്ചു നോക്കി. അപ്പോൾ പ്ലേറ്റൊക്കെ വാങ്ങിച്ചിട്ട് ഇതാ അവർ ഇവിടെ എത്താനായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ജ്യൂസ് ഉണ്ടായിരുന്നു, കട്ട്ലറ്റ് ഉണ്ടായിരുന്നു, ക്രോസോൺ, കപ്പ് കേക്ക്, പിന്നെ പാസ്തയും ചായയും, ഇത്രയും തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എല്ലാവരും കൂടി ഇങ്ങനെ ഒരുമിച്ചിരുന്ന് അത് കുടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു സന്തോഷം. ഇതിപ്പോൾ നമ്മളെക്കാൾ കൂടുതൽ സന്തോഷം കുട്ടികൾക്കാണ്. അവർക്ക് ശരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലൈഫിൽ ഓർമ്മിച്ച് വെക്കാൻ പറ്റിയ കുറച്ച് മൊമെൻറ്റ്സ് ആണ്. എല്ലാം കൂടി ഞാൻ വിളിച്ചുതരാം. അടുത്ത നാട്ടിൽ പോയി മതിയോ? അപ്പോൾ അതായിരുന്നു ഇന്നത്തെ ഒരു വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്ത് പറയുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ, അസ്സലാമു അലൈക്കും.